അനൻ, എന്തോ ഇത് ഈ സ്കെഡ്യൂളിൽ അനന്റെ ലാസ്റ്റ് റൗണ്ട് ആണോ? അതെ. ആണ്. അപ്പൊ ആരുടെ പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ ഫസീൽത്താടെ പാട്ടാണ്. ബാപ്പു വെള്ളിപ്പറമ്പ് മാഷ് എഴുതിയ നടന്ന് നടന്ന് എന്ന പാട്ട്. അപ്പോൾ ഇത് ഗംഭീരമായിട്ട് നമ്മൾ പാടും അല്ലേ? സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ അനന്റെ ഫാമിലി മെമ്പേഴ്സും കസിൻസും ഫ്രണ്ട്സും ഒക്കെ ഇല്ലേ? ഉണ്ട്. എല്ലാവരും സെറ്റാണ്. അപ്പം എന്തായാലും അനന്നെ കാത്തിരിക്കുന്ന ഈ പാട്ട് ഞങ്ങൾക്കൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആവട്ടെ. പ്രാക്ടീസ് ചെയ്ത പോലെ നന്നായിട്ട് പാടും കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു. നടന്ന് നടന്ന് നടന്നു നമ്മൾ കബറിലെത്തി ചേർന്നിടും. നാളെ കുഴിയും തോറും നമ്മുടെ ആയുസ്സെണ്ണം കുറഞ്ഞിടും. ദീർഘിതൊന്ന് നിന്ന് പോയാൽ ഈ അഹന്ത തീർന്നിടും. വലിയവൻ തന്നുള്ള റൂഹവൻ തന്നെ കൊണ്ട് പോയിടും. നടന്ന് നടന്ന് നടന്നു നമ്മൾ കബറിലെത്തി ചേർന്നിടും. നാളെ കുഴിയും തോറും നമ്മുടെ ആയുസ്സെണ്ണം കുറഞ്ഞിടും. നശ്വരമാപാരിടം പിരിഞ്ഞു പോണെന്നോർക്കണം. നാളെ നമ്മുടെ ജീവിതം തീരുമേ ചിന്തിക്കണം. കരഞ്ഞുകൊണ്ട് വന്നു നാം കരയിപ്പിച്ച് പോയിടും. പള്ളിക്കാട്ടിലൊരാറടി മണ്ണിൽ ചെന്ന് ചേർന്നിടും. നടന്ന് നടന്ന് നടന്നു നമ്മൾ കബറിലെത്തി ചേർന്നിടും. നാളെ കുഴിയും തോറും നമ്മുടെ ആയുസ്സെണ്ണം കുറഞ്ഞിടും. മനസ്സിൻ കിബറ് മാറ്റണം. മന്നവന്നിലെടുക്കണം. മണ്ണിലെ സുഖമൊഴിക്കണം. മൗത്ത് വരുമീ കാക്കണം. നഫ്സ് നരക കൊള്ളിയായി തന്ന് നമ്മിൽ ചെന്നിടും. തമസിലലിയാതെന്നു നാം ഇൽമ് മുറുകെ പിടിക്കണം. നടന്ന് നടന്ന് നടന്നു നമ്മൾ കബറിലെത്തി ചേർന്നിടും. നാളെ കുഴിയും തോറും നമ്മുടെ ആയുസ്സെണ്ണം കുറഞ്ഞിടും. ദീർഘിതൊന്ന് നിന്ന് പോയാൽ ഈ അഹന്ത തീർന്നിടും. വലിയവൻ തന്നുള്ള റൂഹവൻ തന്നെ കൊണ്ട് പോയിടും. നടന്ന് നടന്ന് നടന്നു നമ്മൾ കബറിലെത്തി ചേർന്നിടും. നാളെ കുഴിയും തോറും നമ്മുടെ ആയുസ്സെണ്ണം കുറഞ്ഞിടും. അനൻ, എന്തോ ചില സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഉമ്മച്ചി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറേ നല്ല ഓർമ്മകൾ നമുക്ക് തരുന്ന നിമിഷങ്ങളാണ്. അത് ആ രീതിയിൽ തന്നെ ഇന്നും സ്പെഷ്യലായിട്ട് നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഓക്കെ? അപ്പം ഞാൻ അനൻ്റെ കമൻസ് ചോദിക്കട്ടെ? ആദ്യം ഉമ്മച്ചിയോട് ചോദിച്ചോട്ടെ? അൻവർക്കാ, അനൻകുട്ടി
എന്തോ മക്കൾ നന്നായി പാടി മക്കളെ, നല്ല താങ്ക് യു. രസമുള്ള എന്താ പറയുക, നമ്മുടെ ഈ നമ്മൾ എത്ര ഭൂമിയിൽ എത്ര ജീവിച്ചാലും അവസാനം ഖബറിലേക്ക് എത്തും എന്നുള്ള ഒരു സന്ദേശമാണ് ഈ പാട്ട്. ഇത് നമ്മുടെ ബാപ്പു വള്ളിപ്പറമ്പ് എഴുതി നമ്മുടെ കോഴിക്കോട് അബൂബക്കർ മാഷിന് ഇന്നത്തെ ദിവസമേ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ നമ്മളിപ്പോൾ ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്ന ഔക്കാക്കൻ്റെ ഹൃദ്യമായ ട്യൂണുകളാണ് നമ്മളിവിടെ കേട്ടിട്ടുണ്ട്, നിങ്ങളെപ്പോലുള്ള കുട്ടികൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അത് അദ്ദേഹം സംഗീതം ചെയ്ത് സുന്ദരമായ ഫസീലത്ത പാടിയ ഒരു സുന്ദരൻ പാട്ട്. നടന്ന് നമ്മൾ ഖബറിൽ ചെല്ലുക എന്നുള്ളതാണ് അവസാനത്തേത്. അതായത് നമ്മൾ ജനിക്കുന്നതേ കരഞ്ഞുകൊണ്ടാണ്, മരിക്കുന്ന സമയത്ത് ആളുകൾ കരയുന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു സങ്കടമാണ് ഈ പാട്ടിൻ്റെ ഒരു എന്താ പറയുക. അതുകൊണ്ടാണ് അനൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് നമുക്ക് വന്നത്. ട്യൂണിലും അതുണ്ട്, ആ ഒരു സങ്കടം ട്യൂണിനകത്തും ഉണ്ട്. അതുകൊണ്ടാണ് മക്കൾ വളരെ ഭംഗിയായിട്ട് തന്നെ പാടി മക്കളെ. വേറെ ഇതുവരെ തൊട്ട് മുന്നേ ഉള്ള പെർഫോമൻസിനേക്കാളൊക്കെ വളരെ മനോഹരമായിട്ട് അനൻ പാടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ശബ്നം, അനൻ എന്തോ സങ്കടമായോ പാടിയിട്ട്? ആ ഒരു അത്രയും മോള് ലയിച്ച് പാടിയിട്ടാണ്, മനോഹരമായിട്ട് പാടി കേട്ടോ. ആ ഒരു നമുക്ക് ആ ഒരു മരണത്തിനെ കുറിച്ചെന്ന് പറയുമ്പോഴേ മനുഷ്യനിപ്പോൾ എന്തെല്ലാമാണ് അല്ലേ, എന്തൊക്കെ അഹങ്കാരങ്ങളാണ് മനുഷ്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും അല്ലേ, എന്തോരം നമുക്കറിയാം പ്രശ്നങ്ങളാണ്. പക്ഷെ അവരൊന്നും ചിന്തിക്കുന്നില്ല. ദ നെക്സ്റ്റ് മൊമെൻറ്റ്, ദ നെക്സ്റ്റ് സെക്കൻഡ്, ലൈക്ക് നമ്മൾ ശ്വാസം എടുക്കുമെന്ന് പോലും അല്ലേ പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല അത്. അപ്പോൾ അത്രയും ഒരു ഹെവി ആയിട്ടുള്ള ടോപ്പിക്കാണിത്. അപ്പം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും നമുക്കതിനെ ഭയമാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാവരും അറിയേണ്ട കാര്യം തന്നെയാണ് മോള് പാടിയത്, വലിയൊരു സന്ദേശവും കൂടെയാണത്. അപ്പോൾ നന്നായിട്ട് തന്നെ പാടി മോളെ കേട്ടോ. താങ്ക് യു.